നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഉറപ്പ് കിട്ടണം, എന്നാലേ നമുക്കത് ശരിയാണെന്ന് തോന്നുള്ളൂ. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു, അപ്പോൾ നമുക്ക് അവർ പറയണം, ഇത് നല്ല ഡ്രസ്സാണ്, നിനക്ക് നല്ല മാച്ച് ഉണ്ട്, എന്നാലേ നമുക്കതിലൊരു ഉറപ്പുണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സമ്മതം നമുക്ക് വേണം, എന്നാലേ നമ്മൾ ആ തീരുമാനം ഉറപ്പിക്കുകയുള്ളൂ. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴോ അവർ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ടെൻഷനോ ഒരു വെപ്രാളമൊക്കെ ആയിരിക്കും. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് മേലെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. 5, അവർ നമ്മൾ ഉപേക്ഷിച്ച് പോകുക എന്നുള്ളൊരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവും. 6, അവരില്ലെങ്കിൽ നമ്മളില്ല, അവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ള തരത്തിലുള്ളൊരു ഫീൽ. 8, അവരുടെ അടുത്ത് നമുക്ക് ബൗണ്ടറീസ് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവരുടെ അടുത്ത് നോ പറയാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നമ്മുടെ ഫ്രീഡത്തിലേക്ക് അവർ എത്ര ഇടപെട്ട് കഴിഞ്ഞാലും നമുക്കതിലേക്ക് അതിനെ ഒരു ബൗണ്ടറി വെച്ചിട്ട് അതിനെ തടയാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഉള്ളൊരു പേടി. അപ്പോൾ അത് പറ്റില്ല നമ്മളെ കൊണ്ട്. 8, അവർ കൂടെ വേണം, അവരുടെ ഇമോഷണൽ സപ്പോർട്ട് വേണം. ഇതൊക്കെ മാത്രമേ നമ്മൾ കെയർ ചെയ്യുള്ളൂ. നമ്മുടെ ഒരു സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലായിട്ട് കെയർ ചെയ്യാൻ നമ്മൾ മറക്കും. 9, നമുക്ക് ലൈഫിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും സോൾവ് ചെയ്യണമെങ്കിൽ അവർ കൂടെ ഉണ്ടാവണം. അവരില്ലെങ്കിൽ നമുക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. 10, അപ്പോൾ നമ്മൾ ആകെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനോ മുന്നോട്ട് പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതായത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ വ്യക്തിത്വം മുഴുവൻ അവർക്ക് സറണ്ടർ ചെയ്തതുപോലെയായിരിക്കും നമ്മളുടെ ജീവിതം ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ വേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. അതായത് നമ്മളെന്താണ്, നമുക്കെന്താണ് വേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ജീവിതം എങ്ങനെ വേണം, ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ആദ്യം ഒരു അവെയർനെസ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യണം, ബൗണ്ടറീസ് വെക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൗണ്ടറീസിനെ പറ്റിയിട്ടും എങ്ങനെയാണ് വെക്കേണ്ടത്, എവിടെയൊക്കെയാണ് ആവശ്യം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ വരുന്ന ചാലഞ്ചസ്, എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മുന്നിൽ വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യവും അതിനുള്ള കഴിവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് മറ്റൊരാളുടെ വാലിഡേഷൻ ആവശ്യമില്ല, മറ്റൊരാളുടെ ഉറപ്പ് കിട്ടിയിട്ട് വേണ്ട നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും മുന്നോട്ട് പോകാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ചാലഞ്ചായിട്ട് വരിക നമ്മുടെ തോട്ട് പാറ്റേൺ ആണ്. നമ്മൾ ഇത്രയും കാലം ചിന്തിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് മാറ്റണം. നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് മറ്റൊരാൾ വേണം, ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവൽ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ തോട്ട് പാറ്റേൺ മാറ്റിയെടുത്ത് നമ്മൾ ഫ്രഷായിട്ട് മുന്നോട്ട് പോകാൻ, ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് നേടിയെടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തെറാപ്പി എടുക്കണം, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവുകയല്ല വേണ്ടത്, നമ്മൾ പരസ്പരം ഇമോഷണലി സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.